ഹാർട്ടിന്റെ പ്രോബ്ലം അല്ലെങ്കിൽ ഇപ്പൊ എപ്പോഴും കൊളസ്ട്രോൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും ഒരു ജനറൽ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുമ്പോൾ നമ്മളൊരു ബ്ലഡ് ഷുഗറും നോക്കും, ഒരു ലൈപ്പിഡ് പ്രൊഫൈലും നോക്കും. അതാണ് സാധാരണ എപ്പോഴും ചെയ്യുന്നത്. പിന്നെ ഒരു CBC നോക്കും. CBC എന്ന് പറയുമ്പോൾ ഒരു ഇൻഫ്ലമേറ്ററി മാർക്കറാണ്. ചിലപ്പം ഇപ്പോഴൊന്നും സാധാരണ ESR അതിന്റെ കൂടെ കാണാറില്ല. അത്രയൊക്കെയാണ് ഞാൻ പേഷ്യൻസ് ഒക്കെ പറയും, ഞാൻ എല്ലാ ടെസ്റ്റും ചെയ്തു ഡോക്ടറെ, അതിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ എൻ്റെ ഏഹ്, അതായിരിക്കും പലരും വരുന്നത്. അപ്പൊ അത് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ചിലപ്പോൾ അവരുടെ കൗണ്ട് കൂടുതലായിരിക്കും. പക്ഷെ പനിയും ഒന്നും ഇല്ലാത്തവർക്ക് ഇച്ചിരി കൗണ്ട് കൂടിയാലും ഡോക്ടേഴ്സ് ഒന്നും പറയാറില്ല. കാരണം അതിന്റെ ഇൻഫ്ലമേഷന്റെ റീസൺ എന്താണെന്ന് അറിയില്ല. അപ്പൊ അത് ട്രീറ്റ് ചെയ്യാൻ വേറെ മാർഗ്ഗങ്ങളില്ല. അപ്പൊ ഡോക്ടേഴ്സിന് തരാനുള്ള കാര്യങ്ങളിൽ ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പൊ ഹാർട്ടിന്റെ സംബന്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊളസ്ട്രോളിന് ഉണ്ടെങ്കിൽ കൊളസ്ട്രോളിന് മരുന്ന് തന്നു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കുറയ്ക്കാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് നമ്മുടെ പ്രോബ്ലം അവിടെ തീരുന്നില്ല. കൊളസ്ട്രോളിന്റെ ആ പ്രൊഡക്ഷൻ എൻസൈമിനെ ബ്ലോക്ക് ചെയ്ത് കൊളസ്ട്രോൾ കുറയും. പക്ഷെ ഈ കൊളസ്ട്രോൾ കൂടാൻ കാരണം പലപ്പോഴും നമ്മളുടെ ഏതെങ്കിലും ഹോർമോൺസോ കുറയുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലെ സെല്ലുലാർ ടേൺ ഓവർ, അതായത് കൂടുതൽ സെൽസ് ഡാമേജ് ആകുന്നു. അപ്പൊ നമ്മുടെ ബോഡി കൂടുതൽ പുതിയ സെല്ലുകളെ ഉണ്ടാക്കണം. അപ്പൊ നാച്ചുറലി കൊളസ്ട്രോളിന്റെ അളവ് കൂടും. കാരണം പുതിയ സെല്ലിന് കൊളസ്ട്രോൾ വേണം. അപ്പൊ അങ്ങനെ നമ്മുടെ സിസ്റ്റത്തിന് കൂടുതൽ, ഈവൻ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള ഒരാൾക്ക് കൊളസ്ട്രോൾ കൂടുതലായിരിക്കും. കാരണം വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിക്ക് ഉണ്ടാക്കണമെങ്കിൽ കൊളസ്ട്രോൾ വേണം. സോ ഈ ഹോർമോണിൽ എന്തെങ്കിലും ചേഞ്ച് വരുമ്പോഴും എല്ലാം നമ്മുടെ ഈ കൊളസ്ട്രോൾ കൂടുതൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പൊ അതിലെ നമ്മൾ ഫോക്കസ് ചെയ്യുകയല്ല, ഒന്നും നമ്മൾ ട്രൈഗ്ലിസറൈഡിനെ ഫോക്കസ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ യൂഷ്വലി നമ്മൾ മരുന്നായിട്ട് പല മരുന്നുകളും നമ്മൾ യൂസ് ചെയ്യുന്ന, ഒന്ന് സ്റ്റാറ്റിൻ യൂസ് ചെയ്യും. പിന്നെ രക്തം കട്ട പിടിക്കാതിരിക്കാനായിട്ടുള്ള, അതായത് അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രക്തക്കുഴലുകളിൽ കൊഴുപ്പടിഞ്ഞിരിക്കുകയാണല്ലോ. ഈ കൊഴുപ്പ് ഇങ്ങനെ ചെറിയ മുഴകൾ പോലെയാണ്. അതായത് രക്തക്കുഴലുകൾക്ക് അകത്ത് ചെറിയ ചെറിയ മുഴകൾ പോലെ ഈ കൊഴുപ്പിന്റെ മുഴകളായിരിക്കും. ഇത് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പൊട്ടിയെന്നിരിക്കും. അപ്പൊ പൊട്ടുമ്പോൾ എന്ത് പറ്റും? അതിനകത്ത് നിന്ന് ഈ ട്രൈഗ്ലിസറൈഡും കൊളസ്ട്രോളും എല്ലാം കൂടെ പുറത്തേക്ക് വരുമ്പം അവിടെ അതിനെ അതൊരു, നമ്മുടെ ബോഡി കാണുന്നത് അവിടെ ഒരു ബ്ലീഡിങ്, ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള. അപ്പൊ അവിടെ കൊണ്ടൊരു ക്ലോട്ടിനെ ഉണ്ടാക്കി അതിനെ സീൽ ചെയ്യാനായിട്ട് നോക്കും. നമ്മുടെ ലീക്ക് വരുമ്പോൾ സീൽ ചെയ്യുമല്ലോ എന്ന് പറഞ്ഞ പോലെ ക്ലോട്ട് വെച്ച് സീൽ ചെയ്യാൻ നോക്കും. പക്ഷെ രക്തക്കൊഴലുകൾ വളരെ നേരിയതാണല്ലോ. അതിനകത്തൊരു ക്ലോട്ട് വെച്ച് അതിനെ സീൽ ചെയ്യുമ്പോഴേക്കും ബ്ലഡ് സർക്കുലേഷൻ തന്നെ ബ്ലോക്ക് ചെയ്യും. അങ്ങനെ വരുമ്പോഴാണ് ഈ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വരുന്നത്.